ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ്സ് ഇൻ പൈത്തൺ ആണ്. ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ എന്ന് പറയുന്നത് അത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കറണ്ട് ഐട്രേഷൻ അല്ലെങ്കിൽ ഒരു ലൂപ്പിന്റെ ഐട്രേഷൻ ഇടയ്ക്ക് വെച്ച് നമ്മളൊരു പർട്ടിക്കുലർ കണ്ടീഷൻ എത്തുമ്പോഴത്തേനും നമുക്കൊരു ലൂപ്പിന്റെ എക്സിക്യൂഷൻ ടെർമിനേറ്റ് ചെയ്യണം. അതായത് അവിടെ വെച്ച് ആ എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന കീവേഡ്സ് ബ്രേക്കും കണ്ടിന്യൂ ആണ്. അത് രണ്ടിന്റെയും വർക്കിംഗ് രണ്ട് ടൈപ്പ് ആണ്. അത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ബ്രേക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ബ്രേക്ക് എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് എങ്ങനെയാണ് കൊടുക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു ഫോർ ലൂപ്പ് എഴുതാം. നമുക്ക് 1 to 10 വരെയുള്ള വാല്യൂസ് പ്രിന്റ് ചെയ്യാനുള്ള ഒരു ഫോർ ലൂപ്പ് ആദ്യം എഴുതാം. ഫോർ I in range. വൺ ടു 10 ആയതുകൊണ്ട് 1 to 11 റേഞ്ച് കൊടുത്തു. ജസ്റ്റ് അത് പ്രിന്റ് ചെയ്യിക്കാനുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി കൊടുത്തു. ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് പോയി എന്നറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കംപ്ലീറ്റഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു കംപ്ലീറ്റഡ് എന്ന് പറയുന്ന ഒരു സ്ട്രിങ്ങും കൂടി പ്രിന്റ് ചെയ്യിക്കാനുള്ള സ്റ്റേറ്റ്മെന്റ് എഴുതി. ദെൻ നമുക്ക് ഇത് റൺ ചെയ്യുന്ന സമയത്ത് 1 to 10 വരെയുള്ള വാല്യൂസ് നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടി. 1 to 10 വരെയുള്ള വാല്യൂസ് നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടി. ഒന്നുകൂടി കാണിച്ചു തരാം. അതായത് 1 to 10 വരെയുള്ള വാല്യൂസ് നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടി. എനിക്ക് പക്ഷെ 5 ആകുമ്പോഴത്തേനും ഇതിന്റെ എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്യണം. 5 വരെയുള്ള വാല്യൂ പ്രിന്റ് ചെയ്താൽ മതി. 5 ആകുമ്പോഴത്തേനും നമുക്ക് ഇതിന്റെ എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഇവിടെ ഒരു ഇഫ് കണ്ടീഷൻ കൊടുക്കുക. ഇഫ് ആദ്യം ചെക്ക് ചെയ്യണമല്ലോ, അതിന്റെ വാല്യൂ 5 ആകുമ്പോഴാണ് എനിക്ക് എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്യേണ്ടത്. സോ അവിടെ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ ഒരു ബ്രേക്ക് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യുക. കൊടുത്തു കഴിയുമ്പോഴത്തേനും നമുക്ക് ഇവിടെ 5 വരെയുള്ള വാല്യൂസ് നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടിയുള്ളൂ. അത് കഴിയുമ്പോഴത്തേനും നമുക്ക് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞാണ് നമുക്ക് സ്ട്രിങ് കാണിക്കുന്നത്. അതുവരെയുള്ള വാല്യൂസ് മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇതേ ഒരു ഇത് തന്നെ നമുക്ക് വൈൽ ലൂപ്പിൽ എങ്ങനെ യൂസ് ചെയ്യാം. ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് നമുക്ക് എങ്ങനെ വൈൽ ലൂപ്പിൽ യൂസ് ചെയ്യാൻ നോക്കാം. വൈൽ ലൂപ്പിലാകുമ്പോൾ ആദ്യം അതിന്റെ വാല്യൂ ഇനിഷ്യലൈസ് ചെയ്ത് വെക്കുക. ഈക്വൽ ടു 1 ആക്കി വെച്ചു. വൈൽ I less than 11 less than 11 ആണെങ്കിൽ ആദ്യം അതിന്റെ വാല്യൂ ചെക്ക് ചെയ്യുക. ഇഫ് I is സോറി, ഇവിടെ 5 എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് നമുക്ക് ആദ്യം പ്രിന്റ് ചെയ്യിക്കാം. പ്രിന്റ് അതിന്റെ വാല്യൂ പ്രിന്റ് ചെയ്യിച്ചതിന് ശേഷം കണ്ടീഷൻ നോക്കാം. ഇഫ് I is double equal to 5 ആണെങ്കിൽ നമുക്ക് ബ്രേക്ക് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് നോർമൽ ബോഡി ലൂപ്പിൽ അതിന്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്ത് കൊടുക്കാം. അതിന്റെ വാല്യൂ ഒന്ന് പ്ലസ് ചെയ്ത് I plus equal to 1 ആക്കി കൊടുക്കാം. ഇവിടെ നമുക്ക് കംപ്ലീറ്റഡ് ആയി എന്ന് അറിയാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റഡ് എന്ന് പറയുന്നത് ഇതും കൂടി കൊടുക്കാം. ഇവിടെ നമ്മൾ റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് സെയിം ഔട്ട്പുട്ട് തന്നെയാണ് കിട്ടുന്നത്. 1 to 5 വരെ ഉള്ളത് നമുക്ക് കിട്ടിയുള്ളൂ. 5 എന്നുള്ള വാല്യൂ റീച്ച് ചെയ്യുന്ന സമയത്ത് ലൂപ്പിന്റെ എക്സിക്യൂഷൻ അവിടെ വെച്ച് ടെർമിനേറ്റ് ചെയ്തു പോയി. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. ഇനി കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെന്റ് എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കണ്ടീഷൻ ഒക്കർ ചെയ്യുന്ന ആ ഒരു കറന്റ് ഐട്രേഷൻ മാത്രം സ്കിപ്പ് ചെയ്താൽ മതി. അതായത് 5 ആകുന്ന ആ ഒരു ഐട്രേഷൻ മാത്രം സ്കിപ്പ് ചെയ്താൽ മതി. ബാക്കി നമുക്ക് സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് എൻറ്റയർ ലൂപ്പിന്റെ എക്സിക്യൂഷൻ ആണ് ബ്രേക്ക് ടെർമിനേറ്റ് ചെയ്യുന്നത്. കണ്ടിന്യൂ എന്ന് പറയുമ്പോഴത്തേനും 5 ആകുന്ന ടൈമിൽ മാത്രമേ അത് എക്സിക്യൂഷൻ ടെർമിനേറ്റ് ചെയ്യുള്ളൂ. നെക്സ്റ്റ് വാല്യൂ ഓൺവേർഡ്സ് വീണ്ടും ലൂപ്പ് വർക്ക് ചെയ്യാൻ തുടങ്ങും. ഇപ്പൊ എക്സാമ്പിൾ ഞാനൊരു ഫോർ ലൂപ്പിന്റെ ഉള്ളിൽ നേരത്തെ എഴുതിയ കോഡ് നമുക്ക് യൂസ് ചെയ്യാം. നേരത്തെ എഴുതിയ കോഡ് യൂസ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് I equal to 5 ആണെങ്കിൽ ബ്രേക്ക് അല്ല, നമുക്ക് കണ്ടിന്യൂ കൊടുക്കാം. അപ്പൊ എന്താണ് ഡിഫറൻസ് നോക്കാം. ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേനും 4 5 6 4 5 ഉണ്ടല്ലോ. ഫൈവ് പ്രിന്റ് ചെയ്തതിന് ശേഷമാണ് ആ കണ്ടിന്യൂയിലേക്ക് പോകുന്നത്. സോ നമുക്ക് എൽസ് കണ്ടീഷനിൽ കൺട്രോൾ
5 ആണെങ്കിൽ നമുക്ക് കണ്ടിന്യൂ കൊടുക്കാം. അല്ലാത്ത സ്റ്റേറ്റ്മെന്റ്സ് മാത്രം നമുക്ക് എക്സിക്യൂട്ട് ചെയ്താൽ മതിയെങ്കിൽ ഒന്നല്ലെങ്കിൽ എൽസിൽ കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടെ പ്രിന്റ് കൊടുക്കാം. ഇവിടെ കൊടുത്തു നോക്കാം, നമുക്ക് എങ്ങനെ വർക്ക് ചെയ്യാൻ നോക്കാം. ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേന് 5 എന്നുള്ള വാല്യൂ ഇവിടെ സ്കിപ്പ് ആയിട്ടുണ്ട്. 4 കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വാല്യൂ ആയിട്ട് പ്രിന്റ് ചെയ്തിരിക്കുന്നത് 6 ആണ്. സോ 5 എന്നുള്ള വാല്യൂ മാത്രം വർക്ക് ചെയ്തില്ല. അങ്ങനെയാണ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റിന്റെ ഒരു വർക്കിംഗ് വരുന്നത്. ഇനി നമുക്ക് ഫോർ ലൂപ്പിൽ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഫോർ ഐ ഇൻ റേഞ്ച് കൊടുത്തു നോക്കാം. 1 to 11 കൊടുക്കാം. Then if I is equal to 5 ആണെങ്കിൽ ലൂപ്പ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അവിടെ ഒരു ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ ഇടണം. അതായത് ഐന്റെ വാല്യൂ ഒന്ന് പ്ലസ് ചെയ്ത് കൊടുക്കണം. ദെൻ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഐ പ്ലസ് ഈക്വൽ ടു 1 ആക്കി കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക. ഇല്ലെങ്കിൽ ലൂപ്പ് ടെർമിനേറ്റ് ചെയ്യാണ്ട് പോകും. അതായത് നെക്സ്റ്റ് ഐന്റെ വാല്യൂ നമുക്ക് 5 ആകുന്ന സമയത്ത് ഐന്റെ നെക്സ്റ്റ് വാല്യൂ നമുക്ക് അവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ജസ്റ്റ് പ്രിന്റ് ഐന്റെ വാല്യൂ കൊടുക്കാം. ഐന്റെ വാല്യൂ പ്രിന്റ് കൊടുത്തതിന് ശേഷം ഐന്റെ വാല്യൂ ഇവിടെ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് പ്രിന്റ് കംപ്ലീറ്റഡും കൂടി കൊടുക്കാം. ഇവിടെ നമ്മൾ നോക്കുമ്പോഴും വൈൽ യൂസ് ചെയ്തിട്ട് നമുക്ക് സെയിം ഔട്ട്പുട്ട് തന്നെ ആയിരിക്കും കിട്ടിയിരിക്കുന്നത്. 4 കഴിഞ്ഞിട്ട് 5 ഇല്ല, 6 ആണ് നെക്സ്റ്റ് കിട്ടിയിരിക്കുന്നത്. അതായത് ഒരു കറണ്ട് ഇറ്ററേഷൻസ് അത് സ്കിപ്പ് ചെയ്തു. നെക്സ്റ്റ് വാല്യൂ അതായത് 6 എന്നുള്ള വാല്യൂ ആണ് പിന്നീട് അത് എടുത്തത്. അപ്പൊ അങ്ങനെയാണ് അതിന്റെ ഒരു വർക്കിംഗ് വരുന്നത്. അപ്പൊ ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത്രമാത്രം മനസ്സിലാക്കി വെക്കുക. ബ്രേക്ക് എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു എൻറ്റയർ ലൂപ്പിന്റെ എക്സിക്യൂഷൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ആവും. അതായത് ഏത് കണ്ടീഷൻ റീച്ച് ചെയ്യുമ്പോഴാണോ നമ്മൾ ബ്രേക്ക് കൊടുത്തത്, ആ ഒരു കണ്ടീഷൻ റീച്ച് ചെയ്യുന്ന സമയത്ത് ആ എൻറ്റയർ ലൂപ്പിന്റെ എക്സിക്യൂഷൻ അവിടെ വെച്ച് ടെർമിനേറ്റ് ചെയ്യും. അതേസമയം കണ്ടിന്യൂ ആണെങ്കിൽ ആ ഒരു കറണ്ട് ഐറ്ററേഷൻ മാത്രം, അതായത് അതിന്റെ വാല്യൂ 5 ആയിരിക്കുന്ന ആ ഒരു ഐറ്ററേഷൻ മാത്രം സ്കിപ്പ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് വാല്യൂ ഓൺവേർഡ്സ് അതിന്റെ ലൂപ്പിന്റെ വർക്കിംഗ് വീണ്ടും കണ്ടിന്യൂ ചെയ്യും. അതാണ് രണ്ടും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ അത്രയാണ് ഇന്നത്തെ ടോപ്പിക്സ് വരുന്നത്. സോ താങ്ക് യു.